Hi everyone, I'm Faiz and welcome back to another video. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കയറി വരയാടിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലാണ് നീലക്കുറിഞ്ഞി പോകുക. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും ഹയസ്റ്റ് സ്പ്രിംഗ് വാട്ടർ കോർണർ. In this trek, visitors get to see endemic flora and majestic Nilgiri Park. Natural spring water corner in the Tar Walk trek gives you an Hi everyone, I'm Faiz and welcome back to another video. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഓക്കെ, ഇന്നലെ 10 മണിക്ക് രാത്രി ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ടായി തമിഴ്നാട് ക്രോസ് ചെയ്ത് കേരള ബോർഡറിലേക്ക് കയറി കമ്പം തേനി വഴിയാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് കയറി വന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 അവസരം നമ്മൾ ഡ്രൈവ് ചെയ്തു. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഉറക്കം വന്ന സമയത്ത് സ്റ്റോപ്പ് എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാനുള്ളത് ഇരവികുളത്താണ്. ഇവിടെ ഒന്ന് വന്ന് പല പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇരവികുളം നാഷണൽ പാർക്കിൽ അങ്ങനെ വന്ന് കറങ്ങിയിട്ടില്ല, കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ ഓക്കെ, അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കയറി വരയാടിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ബാക്കി എന്താണ് കാഴ്ചകളെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അത് എന്റെ കാല് ഇവിടെ വെച്ച് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 2:30 ഒക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇരവികുളം നാഷണൽ പാർക്കിലെ നമ്മുടെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ സ്ലോട്ട് 2 o'clock to 4 o'clock ആണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ടീ ഗാർഡൻസും അതുപോലെ ഫാക്ടറീസ് പല കാഴ്ചകളും കാണാനുണ്ടായിരുന്നു. അങ്ങനെ നിർത്തി പല സ്ഥലത്തും ഫോട്ടോയും എടുത്ത് അല്ലെങ്കിൽ പല സ്ഥലത്തും വീഡിയോസും എടുത്ത് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ഉള്ളിൽ പോകാൻ പാടില്ല. അതൊന്നും
നോക്കാം. സോ അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ 3 സ്പെഷ്യാലിറ്റികളെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാത്രം കണ്ടുവരുന്ന ഫസ്റ്റ് വൺ നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുക. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയും. ഈ കാണുന്ന ഈ ചെടികളാണ് നീലക്കുറിഞ്ഞി. ഇത് ലാസ്റ്റ് 2018 ലാസ്റ്റ് കംപ്ലീറ്റ് പൂത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് 2013 2030. പിന്നെ അതുപോലെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയ പീക്ക് ആനമുടി നമ്മുടെ ബാക്കിൽ കാണാം. അതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക്. അത് വന്നിട്ട് 2695 മീറ്റേഴ്സ്. അതുപോലെ തേർഡ് വൺ വളരെ റെയർ ആയ ഒരു സ്പീഷീസ് ഉണ്ട്, വരയാട്. അത് ഓൾമോസ്റ്റ് 1800 to 2000 നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ അങ്ങനെ തന്നെ വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ ഇത്രയും വരയാടുകൾ ഇല്ലാന്ന് തോന്നുന്നു. അതും ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ വരയാടുകളെ കണ്ടു, പിന്നെ നീലക്കുറിഞ്ഞി ചെടികൾ കണ്ടു, പിന്നെ ആനമുടി പീക്ക് കണ്ടു. ഇനി നമുക്ക് സന്തോഷത്തോടെ തിരിച്ച് താഴേക്ക് പോകാം. ഏത് മരമാണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, ഞാനും വന്നേക്കാം. സോളാർ വാക്ക്. എങ്ങനെയാണ്? ഈ പാമന്റ് ചെയ്തിട്ടുണ്ടല്ലേ, സ്റ്റോൺസ് പാമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ നീലക്കുറിഞ്ഞി നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതാണ് നീലക്കുറിഞ്ഞി. അത് 2 കളേഴ്സിലാണ് വരുന്നത്. ഒന്ന് ഈ വയലറ്റ് കളറും വൈറ്റ് കളറും. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണാൻ കഴിയും. ഇതാണ് നീലക്കുറിഞ്ഞി ചെടി. ഈ നിലത്ത് കാണുന്നതാണ്. ഇതിന് 2030 പൂക്കുക. നമ്മള് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ആടിനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് എല്ലാരും കണ്ടിട്ട് നമ്മള് വരുന്ന ഗൈസ്. ഇപ്പൊ നമ്മള് വരുമ്പം നമ്മള് പോന്നേ ഈ പാർക്ക് തന്നെയാ. ഈ പാർക്കില് നാഷണൽ പാർക്ക് ഇത് തന്നെയാ. നമ്മുടെ പാർക്കില് ആദ്യം കാടിന്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ആട്. ഞാൻ പറയണം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. What did you see, Naya? എന്തൊക്കെയാണ് ഇവിടെ എന്തെല്ലാം കാണുന്നത്? ഇവിടെ വലിയ മൗണ്ടൻ കാണുന്നത്. എന്തൊക്കെ കണ്ടു? ഇനായയുടെ യൂട്യൂബ് ഫ്രണ്ട്സിനോട് പറയണം, ഇവിടെ മൗണ്ടൻ കാണുന്നുണ്ട്. മൗണ്ടൻസ് ഉണ്ടായിരുന്നു, മൗണ്ടൻ ഉണ്ട്. പിന്നെ ആട്, സ്റ്റോൺ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ കണ്ടേ? പിന്നെ ട്രീസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? എങ്ങനെ? ബസ്സില്. കാറും കൊണ്ട് വന്നു. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യായിരുന്നു കാറില്? ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാൻ ഫുൾ ടൈം ഉറങ്ങും. Naya, wait. ഇതവിടെ മൂളിന്ന് വരും വെള്ളം ഉണ്ടോ? ഇങ്ങനെ ഇനായ വീഴ്ച. ഇതവിടെ വെള്ളമുണ്ട്. ഇനായ
ഇതവിടെ കുടിക്കാൻ പറ്റുമോ? നല്ല വെള്ളം. ഇനാ വെള്ളം വേണമെങ്കിൽ ഇനാ ടേസ്റ്റ് ചെയ്യുന്നു. കുടിക്കാമോ? അത് കുടിക്കാൻ വേണ്ടി തന്നെയല്ലേ വെച്ചിരിക്കുന്നേ? സ്പ്രിംഗ് വാട്ടർ കോർണർ. No, I'm drinking. I'm drinking. Drink. നമ്മള് മേലേക്ക് കയറുമ്പം എന്തായിരുന്നു ഡീല്? മേലേക്ക് ഇനായ എടുക്കും, ഇനായ താഴേക്ക് ഒറ്റയ്ക്ക് നടക്കും. ഇപ്പൊ എന്താ അങ്ങോട്ട് അല്ലേ അതിനെ എടുത്ത്? അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഇപ്പൊ നമ്മള് പോയിട്ട് നമ്മള് റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഫുള്ള് ഫുഡ് ഇനായ കഴിക്കണം. ഉപ്പ, ഇനായ, ഉമ്മ 3 പേര് ഒരേപോലെ കഴിക്കണം. ഓക്കെ, രാവിലത്തെ പോലെ ആവരുത്. Sure. Inaya.